കൊല്ലപ്പെട്ടിരിക്കുന്നത് രണ്ടും പുരുഷന്മാരാണ്. ഒരാൾ ചെറുപ്പമാണ്, സേ ഏജ് ബിറ്റ്വീൻ 20 and 25. രണ്ടാമത്തെ ആൾ വൃദ്ധനാണ്, മോസ്റ്റ് പ്രോബബ്ലി മോർ ദാൻ 65. ദാ ചെറുപ്പക്കാരന്റെ ശരീരത്തിൽ നിന്നും 5 ബുള്ളറ്റുകൾ കിട്ടിയിട്ടുണ്ട്. റൈറ്റ് ഷോൾഡറിന്റെ പിറകിൽ 2, പാൻക്രിയാസിന്റെ ഉള്ളിൽ നിന്നൊന്ന്, ഇടുപ്പിലൊന്ന്, ഇടതു തുടയിൽ നിന്നൊന്ന്. അയാളുടെ നെഞ്ചിന് മുകളിലായി പകുതി ഉരുകിയ നിലയിൽ കണ്ട ഒരു പെൻഡന്റ് പീസാണ്. കിഷോർ. അതെ സർ, അയാളുടെ കഴുത്തിലുണ്ടായിരുന്ന ചെയിനിൽ ഇങ്ങനൊരു പെൻഡന്റ് ഉണ്ടായിരുന്നു. നമുക്ക് കിട്ടിയ ഫിസിക്കൽ ഡീറ്റെയിൽസ് ഉണ്ടായിരുന്നു. വയസ്സായ ആളുടെ ബോഡിക്കുള്ളിൽ ഒരു ബുള്ളറ്റേ ഉണ്ടായിരുന്നുള്ളൂ. ദിസ് വൺ റൈറ്റ് ഇൻ ദ സ്കൾ. ഹി ഈസ് ഷോട്ട് ഫ്രം പോയിന്റ് ബ്ലാങ്ക്. അതായത് കുറച്ചു നേരം ഗൺ പോയിന്റിൽ നിർത്തിയിട്ട് ആക്യുറേറ്റ് ആയ ഒരു ഫയർ. കിഷോറിന്റെ ബോഡിയിൽ പലയിടങ്ങളിലായി ചിതറിക്കിടക്കുന്ന ബുള്ളറ്റ്സ്. അയാൾ രക്ഷപ്പെട്ട് ഓടാൻ ശ്രമിച്ചപ്പോ ഒന്നിൽ കൂടുതൽ ആളുകൾ നടത്തിയ റാൻഡം ഫയറിംഗിന്റെ റിസൾട്ടാണ്. ഈ കൊല്ലപ്പെട്ട വൃദ്ധന്റേത് ആർട്ടിഫിഷ്യൽ ടീത്ത് ആണ്. അതെ, പെർമനന്റ്ലി ഫിക്സ്ഡ് ഫോൾസ് ടീത്ത്. സുദേവ് സർ, രത്നഗിരിയിൽ കാണാതായ യൂസഫ് ഖാന്റെ ഡെന്റിസ്റ്റിനെ ലൊക്കേറ്റ് ചെയ്യണം. ഓക്കെ സർ. ആൻഡ് ബ്രിങ് ഇറ്റ്. Yes, sir. They match. Thank you, doctor. You may please. Sir. So the deceased is the missing Yusuf Khan. യൂസഫ് ഖാന്റെ കത്തിക്കരിഞ്ഞ ശരീരം കിട്ടുന്നത് സുഹറയും കിഷോറും അപകടത്തിൽപ്പെടുന്ന അതേ സ്ഥലത്ത് നിന്ന്. കിഷോറിനെയും സുഹറയും യൂസഫ് ഖാന്റെ അടുത്ത് എത്തിക്കുന്നത് സുഹറയ്ക്ക് കുറ്റിപ്പുറം STD ബൂത്തിൽ നിന്ന് കിട്ടിയ കോളാണ്. ആരാണ് ആ ഫോണിൽ വിളിച്ച് മിസ്റ്റീരിയസ് യങ് മാൻ? There I can help you. யூசப் கானை காணலன்னு தெரிஞ்ச உடனே அவன் குடும்பம் பேரக்குட்டிங்க எல்லாமே ஒன்னு சேர்ந்துட்டாங்க. ஆனா ஒருத்தன் மட்டும் சேரல. அவன் தான் யூசப் கானோட கடைசி பொண்ணோட பையன் ஹாரிஸ் கான். அப்புறம் யூசப் கானை காணாம போன அன்னையில இருந்து ஹாரிஸ் சொந்தமா நடத்தி வந்த கம்ப்யூட்டர் சென்டருக்கும் போகல. இவன் வந்து தனியா தங்கி இருந்த பிளாட் நாங்க பிரேக் பண்ணி சர்ச் பண்ணும்போது அங்க இருந்து ஒரு ஸ்ட்ரைக்கிங் எவிடன்ஸ் கிடைச்சது. திஸ் காலேஜ் மேகசின். യെസ്, ഹാരിസും സുഹറയും തമ്മിലുള്ള ലിങ്ക് ഇപ്പൊ വളരെ വ്യക്തമാണ്. They are college mates. എത്രയും പെട്ടെന്ന് നമുക്ക് ഈ ഹാരിസിനെ കണ്ടെത്താം. ரத்னகிரியில இருந்து அவனை பத்தி என்ன இன்ஃபர்மேஷன் கிடைச்சாலும் ஐ வில் கீப் யூ போஸ்டட். சார், இங்க உங்களுக்கு உதவி பண்றதுக்கு எங்க டிபார்ட்மெண்ட்ல இருந்து ஒரு சர்க்கிள் இன்ஸ்பெக்டர் டெப்யூட் பண்றேன். ஒன் மிஸ்டர் கோபால். He is a reliable guy. But ശക്തിവേൽ, I think Harris is still in Kerala. സുഹറ അബോധാവസ്ഥയിൽ ആശുപത്രിയിൽ കിടക്കുമ്പോ he will hang around. സഖാവിനെ കണ്ടപ്പോ എന്തോന്നിനെ കൊച്ചു നിലവിളിച്ചത്? എന്നെ കണ്ടപ്പോഴോ? മിണ്ടാതിരുന്നോളൂ, വെറുതെ ഓരോന്ന് പറഞ്ഞ് കുഴപ്പമുണ്ടാക്കാതെ. ഇവിടെ അഡ്മിറ്റ് ചെയ്ത പിന്നെ പേഷ്യന്റിന്റെ ഇങ്ങനെ ഒരു റിയാക്ഷൻ ആദ്യമായിട്ടാണ്. സാറിനും സുഹറായി നേരത്തെ പരിചയമുണ്ടോ? എനിക്കോ? ഇല്ല. ഒരിക്കൽ ഏതാണ്ട് എന്റെ ഒരു ഇന്റർവ്യൂ എടുത്തിട്ടുണ്ട്. പിന്നെ ഡോക്ടർ, മുട്ടാപ്പോക്ക് പറയാതെ നിങ്ങൾ ഈ കുട്ടിക്ക് നൽകുന്ന ചികിത്സയുടെ എല്ലാ വിവരങ്ങളും വിശദമായി എനിക്ക് എഴുതി തരണം. നാളെ നിയമസഭയിൽ എനിക്ക് ഈ പ്രശ്നം ഉന്നയിക്കാനുള്ളതാ. ക്ഷമിക്കണം സർ, ഒരാൾക്കും മെഡിക്കൽ റിപ്പോർട്ട് കൊടുക്കരുതെന്നാണ് മന്ത്രിയുടെ ഇൻസ്ട്രക്ഷൻ. അത് നിങ്ങൾ എനിക്കിങ്ങ് എഴുതി തന്നാൽ മതി. അത് വെച്ച് നിയമസഭയിൽ ഞാൻ മുഖ്യമന്ത്രിയെ കൊണ്ട് ഈ പ്രശ്നത്തിന് ഉത്തരം പറയിച്ചോളാം. Come on, take positions.
സോ അപായപ്പെടുത്താൻ വന്നവരാണെന്ന് കരുതിയാണ് നീ ഞങ്ങളെ അറ്റാക്ക് ചെയ്തത്. നീ പറഞ്ഞത് ഞങ്ങൾ നീറ്റായിട്ട് വിഴുങ്ങുമെന്ന് കരുതിയോ? സാർ, ഇത്രയും ദിവസം വെളിയിൽ പോലും ഇറങ്ങാതെ ഹോട്ടലിനുള്ളിൽ തന്നെ കഴിച്ചു കൂട്ടിയത് പേടിയുണ്ടാ. ഹോസ്പിറ്റലിൽ ചെന്ന് സുഹറയെ പറ്റി തിരക്കാത്തത് അതുകൊണ്ടാ. നിന്റെ ഗ്രാൻഡ് ഫാദർ യൂസഫ് ഖാൻ എന്ത് സംഭവിച്ചു എന്ന് നിനക്കറിയോ? അറിയാം. He's killed. How? Who killed? Come on, speak out. ഒരാഴ്ച മുമ്പ് ഒന്ന് കാണണമെന്ന് പറഞ്ഞ് ഉപ്പുപ്പ എന്നെ ആളെ വിട്ട് കോഴിക്കോട്ടിലെ ഞങ്ങളുടെ തറവാട്ടിലേക്ക് വിളിപ്പിച്ചു. അവിടെ ചെന്നപ്പോ എന്നെയും കൂട്ടി സ്വകാര്യമായിട്ട് എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞ് പുറത്തേക്ക് കൊണ്ടുപോയി. അവൻ എന്നെ ചതിക്കുകയായിരുന്നു മോനെ. പലതും പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് വഞ്ചിക്കുകയായിരുന്നു. ആരുടെ ആരും ഉപ്പുപ്പ ഈ പറയുന്നത്? ജോൺ വർഗീസ്, കള്ള നായിന്റെ മോൻ. എന്നെ പോലുള്ള ഒരുപാട് പേരെ ഏജന്റുമാരാക്കി അവൻ വാരിക്കൂട്ടുന്ന കണക്കില്ലാത്ത കള്ളപ്പണം ഈ നാടിനെ ദ്രോഹിക്കുന്ന ശൈത്താന്മാരുടെ കയ്യിലാക്കി ചെന്ന് ചേരുന്നത്. മതത്തിന്റെ പേരും പറഞ്ഞ് ജീവിക്കുന്ന നാടിനെ ഒറ്റിക്കൊടുക്കാൻ എന്നെ കിട്ടില്ല. നാളെ രാവിലെ ആ കള്ള ഹിമാറിനെ കാണാൻ ഞാൻ പോവാ. അവനുമായുള്ള എല്ലാ ഹറാം പിറപ്പുകളും അവസാനിപ്പിച്ച് ഞാൻ തിരിച്ചു വരും. ഇനിയുള്ള കാലം ഇതുവരെ കണക്കാക്കാത്ത നിയമത്തിന് മര്യാദ കൊടുത്ത് ഞാൻ ജീവിക്കും. ഈ വിവരം കേൾക്കുമ്പോ എന്റെ മോന് സന്തോഷാവുന്നറിയാം. അതാ പോകും മുമ്പ് നിന്നെ ഒന്ന് കാണണമെന്ന് പറഞ്ഞത്. വേണ്ട ഉപ്പുപ്പ, ഉപ്പുപ്പ അയാളോടൊന്നും ചോദിക്കാനും പറയാനും നിൽക്കണ്ട. എന്ത് ചെയ്യാൻ മടിക്കാത്തവർ അയാളെ പോലുള്ളവന്മാര്. ഇത് കണ്ടോ നീ? അവനേക്കാൾ ഒരുപാട് ചോര കണ്ടവനായി യൂസഫ്. മോൻ ബേജാറാവണ്ട, അവനെ തളച്ചിട്ട് ഉപ്പുപ്പ വരും നിന്റെ കൂടെ കൂടാൻ. പോകരുതെന്ന് ഞാൻ എത്ര പറഞ്ഞിട്ടും ഉപ്പുപ്പ കേട്ടില്ല. രാത്രി വിളിച്ചപ്പോ കാട്ടിനുള്ളിലുള്ള ജോൺ വർഗീസിന്റെ ഹൈഡൌട്ടിലാണ് മീറ്റിംഗ് എന്ന് ഉപ്പുപ്പ പറഞ്ഞു. പിറ്റേന്ന് വെളുപ്പിന് ഉപ്പുപ്പ അറിയാതെ ഞാനും എറണാകുളത്തേക്ക് തിരിച്ചു. സ്വന്തം സെൽഫോൺ യൂസ് ചെയ്യാതെ കോളേജിൽ എന്റെ ജൂനിയർ ചെസ് പാർട്ണറുമായിരുന്ന സുഹറയെ ഞാൻ വിളിച്ചു. ജോൺ വർഗീസിനെ പറ്റി നല്ല സ്റ്റഡി നടത്തിയിട്ടുള്ള അവൾ ഉപ്പുപ്പ പോയ മീറ്റിംഗ് പ്ലേസ് ജോൺ വർഗീസിന്റെ അടുത്ത ബന്ധുവിന്റെ കാട്ടിനുള്ളിലെ കഞ്ചാവ് തോട്ടത്തിലായിരിക്കാനാണ് സാധ്യത എന്ന് പറഞ്ഞു. 11:15 കാടിനടുക്കത്തെ എന്നെ അവൾ ഏതോ ബൂത്തിൽ നിന്ന് വിളിച്ച് ജോൺ വർഗീസിന്റെ താവളത്തെക്കുറിച്ച് ഒരു ഏകദേശ ധാരണ തന്നു. അവളും കിഷോറും അങ്ങോട്ട് പോകാണെന്നും പറഞ്ഞു. സുഹറ പറഞ്ഞ ലാൻഡ്മാർക്കുകൾ നോക്കി കാട്ടിനുള്ളിലൂടെ ഞാൻ നടന്നു. ഏകദേശം 1/2 മണിക്കൂർ. പെട്ടെന്ന് കുറച്ചകലെ ഞാനൊരു ബഹളം കേട്ടു. സുഹറ, പാവം, വഴിയറിയാത്ത ഈ കാട്ടിലൂടെ എത്ര ദൂരം ഇങ്ങനെ ഓടി രക്ഷപ്പെടാനാവും സുഹറയ്ക്ക്? എന്താണ് കൂടെയുള്ള ഈ ഫ്രണ്ടിന്റെ പേര്? കിഷോർ. ഇന്നലെ ഒരു പപ്പരാസി ലൈനിൽ വർക്കിച്ചന്റെ ഹോട്ടൽ റൂമിൽ ഒരു വെയിറ്ററുടെ വേഷത്തിൽ കയറി അവിടെ നടന്ന സീൻ ബഗ് ചെയ്തത് സുഹറയുടെ ഹാൻസം മെയ്റ്റ് കിഷോറാ. പാവം വർക്കിച്ചൻ, അയാൾ പേടിച്ച് പനി പിടിച്ച് തിരുവനന്തപുരത്ത് ഇരിപ്പ. ഇന്നലെ അവിടെ നടന്നത് മുഴുവൻ റെക്കോർഡ് ചെയ്ത ടേപ്പ് എവിടെയാണ് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്? വേണ്ട സ്റ്റീഫൻ, ഇവനെ ഒന്ന് കുളിപ്പിച്ചെടുക്കടാ. ഇനി പറ. ഇല്ല, അവൾ പറയില്ല. റിയലി? ഇല്ല, ഞാൻ പറയില്ല. ഗുഡ്. സുഹറയെ പോലൊരു പെൺകുട്ടി റിബൽ ചെയ്യുന്നത് കാണാൻ വളരെ ക്യൂട്ടാണ്. ബട്ട് ഇറ്റ്സ് ഇറിറ്റേറ്റിംഗ് സംടൈംസ്. ഇപ്പോ എന്തോ മനസ്സിൽ ഉറപ്പിച്ച് പാടുപെട്ട് എന്നെ ലൊക്കേറ്റ് ചെയ്ത് ഇവിടെ എത്തിയ നീയും ഇവനും ഒരിക്കലും കാണരുതാത്ത ഒരു കാഴ്ച കണ്ടു. കാണരുതാത്തത് കാണുന്നവരോട് ഞാൻ പുറത്താലും ദൈവം പുറത്തില്ല. മാൻ പ്രപ്പോസസ്, ഗോഡ് ഡിസ്പോസസ്. സ്റ്റീഫൻ, വർക്കിച്ചന്റെ രഹസ്യങ്ങൾ രേഖപ്പെടുത്തിയ ടേപ്പ് എവിടെയാണെന്ന് നിന്റെ നാവിൽ നിന്ന് ആരും അറിയില്ല. ഈ ഒരു ഗൺ ഷോട്ടിൽ എത്ര പക്ഷികളാണ് വീഴാൻ പോകുന്നത്?
ഇത്രയ്ക്ക് കോൺക്രീറ്റ് ആയ ഐ വിറ്റ്നസ് അക്കൗണ്ട് കിട്ടിയിട്ടും സാർ ജോൺ വർഗീസിനെ ഇപ്പോൾ അറസ്റ്റ് ചെയ്യേണ്ടെന്ന് പറയുന്നതിന്റെ ലോജിക്ക് എനിക്ക് മനസ്സിലാവുന്നില്ല. ഹാരിസന്റെ മൊഴി കൊണ്ട് മാത്രം നമുക്കൊരു ഡിസൈസീവ് ആക്ഷൻ എടുക്കാൻ പറ്റില്ല. ആ മൊഴിക്ക് പൂരിപ്പിക്കാൻ കഴിയാത്ത ഒരുപാട് ബ്ലാങ്ക് ഏരിയാസ് ഉണ്ട്. സുഹറയെ ഷൂട്ട് ചെയ്യുന്നതിന് മുമ്പ് ജോൺ വർഗീസ് പറഞ്ഞത് അവളും കിഷോറും ഒരിക്കലും കാണരുതാത്തൊരു കാഴ്ച കണ്ടു എന്നാണ്. അത് യൂസഫിന്റെ കൊലപാതകമാണെന്നുള്ളതിൽ സാറിന് സംശയമുണ്ടോ? ഇല്ല. ജോൺ വർഗീസിന്റെ ഹൈഡൌട്ട് തിരഞ്ഞു പിടിച്ചെത്തിയ സുഹറയുടെയും കിഷോറിന്റെയും കൺമുൻപിൽ വെച്ചാവണം യൂസഫ് കൊല ചെയ്യപ്പെട്ടത്. പിന്നീട് നമ്മൾ ആദ്യം ഗസ് ചെയ്തതുപോലെ തന്നെ യൂസഫിന്റെ ബോഡി വുഡ് ഹൗസിലിട്ട് കത്തിച്ചിട്ട് കിഷോറിന്റെ ശരീരത്തിന് അടുത്തുകൊണ്ടിട്ടതാണ്. പക്ഷെ ജോൺ വർഗീസിനെതിരെ ഒരു ഫൈനൽ ആക്ടിന് നമ്മൾ ഇറങ്ങി പുറപ്പെടും മുമ്പ് അയാളും വർക്കിച്ചനും ഭയക്കുന്ന സുഹറ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ടിവി അത് നമ്മൾ കണ്ടെത്തണം. ഇറ്റ് ഷുഡ് കണ്ടെയ്ൻ ബാക്ക് ബ്രേക്കിംഗ് എവിഡൻസ്.